ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തെക്കൻ. ഇന്ന് വ്ളോഗൊന്നുമല്ല, ഇന്ന് ഞാനൊരു റെസിപ്പീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് കണ്ടു നോക്കൂ, ഒന്ന് വീഡിയോ അവസാനം വരെ കാണും കേട്ടോ. അപ്പോൾ പീനട്ട് ബട്ടർ ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇതുവരെ ഞാനിത് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കുട്ടികളിങ്ങനെ ഓരോ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ട് അവരെന്നും പറയും, ഉമ്മ അത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് നിലക്കടല മാത്രം മതി, വേറെ ഒന്നും വേണ്ട, ഒന്ന് ഉണ്ടാക്കി കാട്ടുമ്മ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് എന്നും അവർ പറയും. അങ്ങനെ ഒരു അരക്കിലോ കടല മേടിച്ചിരുന്നു. പക്ഷെ ഇത് ഉണ്ടാക്കാൻ നോക്കുമ്പോഴേക്കും തന്നെ കുറച്ചൊക്കെ അതിൽ നിന്നൊക്കെ പോയി കിട്ടിയിട്ടാ. അപ്പോൾ ബാക്കിയുള്ള കടല കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് റോസ്റ്റഡ് കടല തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്നാലും ചെറുതായിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുത്തു. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഷോർട്ട് വീഡിയോ ഒക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല, നമ്മൾ അറിയാത്തത് എന്തും ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ടല്ലേ നമ്മൾ ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യാനൊക്കെ പോകുന്നത്. പക്ഷെ ഒന്ന് പണി പാളിയോ എന്നൊരു സംശയം. വീഡിയോയിലൊക്കെ ഓരോരുത്തരുടെ വീഡിയോയിലൊക്കെ അതൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അവർ പറഞ്ഞ ആ ചേരുവ മാത്രം തന്നെ ചെയ്തിട്ടാണ് അവർ കാണിക്കുന്നത്. പക്ഷെ അങ്ങനെ ബ്രെഡിലൊക്കെ എടുത്ത് കഴിക്കുന്ന സമയത്ത് നല്ല ലൂസായിട്ട് ക്രീമി ആയിട്ടൊക്കെ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനത് ചെയ്തപ്പോൾ എനിക്കത് ശരിയായി കിട്ടിയില്ല. അപ്പോൾ അതെന്താണ് എന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് പറയണേ. അപ്പോൾ ഞാനത് നിലക്കടല നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് തൊലിയൊക്കെ ഒന്ന് നീക്കം ചെയ്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സിൻ്റെ ഏറ്റവും ചെറിയ ജാറിലിട്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ കുറച്ചായിട്ട് ഇങ്ങനെ പൊടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് തേനൊഴിച്ച് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒന്ന് ലൂസായില്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തൊഴിച്ചിട്ട് അടിച്ചെടുക്കുക എന്നൊക്കെയാണ് കേട്ടോ. വീഡിയോയിൽ അങ്ങനെയൊക്കെയാണ് കണ്ടത്, ഷോർട്ട് വീഡിയോയിലും ലോങ് വീഡിയോയിലൊക്കെ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ കേട്ടോ ഞാനും ചെയ്യണതൊക്കെ. അപ്പോൾ ഇനി എൻ്റെ ജാറിൻ്റെ കുഴപ്പമാണോന്നും അറിയില്ല. ജാറൊക്കെ നല്ല അടിപൊളി ജാറ് തന്നെയാണ് കേട്ടോ, നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുന്ന ജാറാണ്. പക്ഷേ ഇതിങ്ങനെ കുറച്ച് നേരമൊക്കെ ഇതിൽ അടിച്ചെടുത്തപ്പോൾ എൻ്റെ ജാറിൻ്റെ ബുഷൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ വേറെ ജാറ് മാറ്റിയിട്ട് അടിക്കുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ അതിൽ കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തേൻ മേടിച്ചതൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയെങ്കിലും മക്കളുടെ വയറ്റിനകത്ത് പൊയ്ക്കോട്ടെ എന്ന് കരുതി ഞാൻ കുറച്ച് തേനും കൂടെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്നുള്ള പോലെ തോന്നും, പക്ഷെ ഇതിന് ഒരുപാട് നേരം പണി പെട്ടോട്ടാ. അപ്പോൾ ഇനി നമ്മളുടെ ജാറിൻ്റെ കുഴപ്പമാണോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഒരുപാട് നേരം ഇതിൽ മൽപ്പിടുത്തം പിടിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയൊക്കെ ആക്കിയെടുത്തത്. അപ്പോഴേക്കും മിക്സിയൊക്കെ ജാറൊക്കെ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു മക്കളോട് ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യുക, ഇനി ഇതിലൊരു നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ അതൊരു ബോക്സിൽ മാറ്റി. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ കോക്കനട്ട് ഓയിലും ഒഴിച്ചു കൊടുക്കുക എന്നൊക്കെ അതിൽ പറഞ്ഞിരുന്നു. പക്ഷെ എങ്ങനെ ഒഴിച്ചു കൊടുത്ത് അടിച്ചിട്ടും എൻ്റെ ജാം പീനട്ട് ബട്ടർ അതായത് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത്. മക്കൾക്കൊക്കെ ആകെ വല്ലാത്തൊരു ടെൻഷൻ പോലെ. പക്ഷെ അത് കഴിച്ച് നോക്കുമ്പോൾ അപാര ടേസ്റ്റ് തന്നെയാണ്. ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കാറില്ല പീനട്ട് ബട്ടറിന്, അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് പിന്നൊരു ദിവസം നേരെ ട്രൈ ചെയ്യാം. എന്തായാലും ഞാൻ കുറച്ചേ ഉണ്ടാക്കി നോക്കിയുള്ളൂ. ഞാൻ അങ്ങനെ തന്നെയാണ്, ആദ്യമായി എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ കുറച്ചേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ. പിന്നെ മക്കൾ പിന്നെ ഇവിടെ ബ്രെഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് രാത്രി സമയത്താണ് ഉണ്ടാക്കിയത്. പിന്നെ അപ്പം തന്നെ കടയിലൊക്കെ പോയി ഒരു ബ്രെഡൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് അവരിങ്ങനെ ടേസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടാ. പിന്നെ കുറച്ച് കടലയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ ആദ്യം തന്നെ കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. തേൻ ഒഴിച്ചു കൊടുത്തിട്ട് അതും നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കുന്ന സമയത്താണ് എൻ്റെ ജാറ് എനിക്ക് പണി കിട്ടിയത്. പിന്നെ ഞാൻ അതെടുത്തിട്ട് വേറെ വലിയ ജാറിലിട്ടു കേട്ടോ. അതിലിട്ടിട്ട് അരച്ചെടുത്തതാ ഈ പരുവം ആയി കിട്ടിയിട്ടുണ്ട്. കുറച്ച് കോക്കനട്ട് ഓയിലൊക്കെ അതായത് വെളിച്ചെണ്ണയൊക്കെ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിരുന്നു. എന്നിട്ട് അടിച്ചടിച്ച് ഇത്രയും അങ്ങോട്ട് ആക്കിയിട്ടാ. പിന്നെ ഞാൻ പറഞ്ഞു ഇനി വയ്യ എനിക്ക് ചെയ്യാൻ, ഇത്രത്തോളം മതി. എന്തായാലും ഇപ്പോൾ ടേസ്റ്റൊക്കെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ബ്രെഡിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് ഒപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം, നിങ്ങൾ കഴിച്ചോളൂ. ഇല്ലെങ്കിൽ ബ്രെഡ് എടുത്തിട്ട് ഈ ജാമിൽ ഈ പീനട്ട് ബട്ടറിൽ മുക്കിയിട്ട് വേണമെങ്കിലും കഴിച്ചോളൂ, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് അതൊക്കെ കൂടെ ഞാൻ ഒരു ബോക്സിൽ ആക്കുകയാണ്. ഞാൻ ആദ്യം അടിച്ചതും പിന്നെ അടിച്ചതും കൂടെ ഒരിക്കൽ കൂടെ അടിച്ചിട്ട് ഞങ്ങൾ അതൊക്കെ ഒരു ബോക്സിലൊക്കെ ആക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഫാൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലൊരു ബോട്ടിൽ 60 രൂപ കൊടുത്തിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസത്തിന് പോലും നമുക്കത് എത്തിയില്ല. അതൊക്കെ മക്കളാണ് ഒരു ദിവസം കൊണ്ട് തന്നെ കാര്യമാക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ ശരിയെന്ന് ഇത്ര ഐറ്റംസ് മതിയല്ലോ, നിലക്കടല പറഞ്ഞാൽ അത് കുറച്ച് മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനും ഇവിടെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചത്. അങ്ങനെ ഇതൊക്കെ ഒരു ബോക്സിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടി നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ടാണ് പിന്നെ അതിൽ പോയി കടയിൽ ഞാനും അതിലും കൂടെ പോയി ഒരു ബ്രെഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പോൾ അവർക്ക് അപ്പം തന്നെ ഈ രാത്രി തന്നെ ബ്രെഡ് മേടിക്കുന്ന നിർബന്ധമായിരുന്നു കേട്ടോ, ബ്രെഡ് മേടിക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ പോയി ഞങ്ങൾ കട അടുത്തുള്ളത് കൊണ്ട് ഓടിപ്പോയി കടയിൽ പോയിട്ട് ഒരു ബ്രെഡൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ നമ്മളിങ്ങനെ സ്പൂണൊക്കെ എടുത്തിട്ട് ആ ബ്രെഡിൽ അത് തേക്കുമ്പോൾ അത് നിൽക്കുന്നില്ല, ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ. എങ്ങനെ ആക്കിയിട്ടൊന്നും ശരിയാവണില്ല. പിന്നെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് പ്രസ് ചെയ്താൽ ബ്രെഡ് അങ്ങോട്ട് പൊടിഞ്ഞു പോവുകയും ചെയ്യും. എന്നിട്ടും എങ്ങനെയൊക്കെയോ ഒരുവിധം അങ്ങോട്ട് ശരിയാക്കി കൊടുത്തു കേട്ടോ മോന് ഞാൻ. കാരണം അവരിത് ഉണ്ടാക്കി കഴിയുന്നത് വരെ ആകാംക്ഷയോടെ ഇരുന്നതാണല്ലോ. പക്ഷേ അവർ പറഞ്ഞു കടയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ല അടിപൊളിയായിട്ടുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒന്നും ക്രീമിയായി കിട്ടിയില്ല, ഒന്നും കൂടെ ലൂസായില്ല കേട്ടോ. അങ്ങനെ അത് പിറ്റേ ദിവസം രാവിലെ ഞാനും മോളും കൂടെ വീണ്ടും നമുക്കൊന്നും കൂടെ അടിച്ചു നോക്കാമെന്ന് പറഞ്ഞ് മോള് പറഞ്ഞു എന്നോട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും മിക്സിൻ്റെ ജാറിലിട്ട് നല്ലപോലെ കുറേ നേരം അടിച്ചങ്ങോട്ട് എടുത്തോട്ടാ. അങ്ങനെ ലാസ്റ്റ് ഒരുവിധം കുറച്ചൊരു ക്രീമിയൊക്കെ ആയിട്ട് കിട്ടി. പിന്നെ അടിക്കുമ്പോൾ തേനോ വെളിച്ചെണ്ണയോ ചേർക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ അത് ശരിക്കും അങ്ങോട്ട് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ പ്രാവശ്യം ഇങ്ങനെ നിർത്താതെ അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, ഒരു മിക്സിൻ്റെ ജാറ് തന്നെ കംപ്ലൈൻ്റായി, ഇനി അടുത്ത ജാറും കൂടെ പോവോ എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടോ. ഞാൻ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. അടിപൊളിയായിട്ട് തന്നെ പിന്നീട് കിട്ടി. അടിപൊളി എന്ന് പറയാൻ അത്രയും അങ്ങോട്ട് അടിപൊളിയല്ല, എന്നാലും തലേ ദിവസത്തെക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായി വന്നു. അപ്പോൾ മക്കളൊക്കെ ഒന്ന് ഹാപ്പി ആയിട്ടാണ്. പിന്നെ അവർക്കൊക്കെ അതൊക്കെ തേച്ച് കൊടുത്തു. സംഭവം സൂപ്പർ ട്ടാ. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് നിലക്കടലയും കുറച്ച് തേനും മാത്രം മതി, ഇത്തിരി കോക്കനട്ട് ഓയിലും. പക്ഷേ വേറെ വീഡിയോയിലൊക്കെ പറയുന്നത് വെറും നിലക്കടല മാത്രം മതി എന്നാണ് പറയുന്നത്. തേനും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം എന്നൊക്കെ ഓരോ വീഡിയോയിൽ പറയുന്നുണ്ട്. അവർ ചെയ്തെടുക്കുന്ന സമയത്താണെങ്കിൽ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനുണ്ടാക്കിയ പീനട്ട് ബട്ടർ ഇങ്ങനെയാണ്, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ഒരുപാട് മൽപ്പിടുത്തം പിടിക്കാതെ തന്നെ ബ്രെഡിലൊക്കെ ഒന്ന് തേച്ചെടുക്കാനൊക്കെ പറ്റിയിട്ടാ. ഇത്ര നേരം വീഡിയോ കണ്ട് സഹകരിച്ചതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.